ഉഹദ് യുദ്ധക്കളമാണ് ഈ കാണുന്നത്. മുമ്പിൽ കാണുന്നത് ഉഹദ് പർവ്വതമാണ്. ഉഹദ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, നാം ഉഹദിനെയും എന്ന് പരിശുദ്ധ റസൂൽ. ഉഹദ് സ്വർഗത്തിലെ മലയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് മലയുടെ മുകളിൽ മുത്തുനബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹും കയറി നിന്നപ്പോൾ ഈ മല വിറക്കുകയും, ഉഹദേ നീ അടങ്ങുക, നിൻ്റെ മുകളിൽ ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും 2 ശുഹദാക്കന്മാരുമാണെന്ന് പറഞ്ഞപ്പോൾ അടങ്ങുകയും ചെയ്തു. നിങ്ങൾ ഈ കാണുന്ന ഈ ബോർഡിൻ്റെ ഇടയിൽ ഒരു കെട്ടാണ്, അതിൻ്റെ ഉള്ളിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഉള്ളത്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉള്ളത്, ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്, അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പോൾ ഇതാണ് യുദ്ധക്കളം. ഇവിടെയാണ് ഈ കാണുന്നതാണ് ജബലുർ റുമാത്ത് എന്ന് പറയുന്ന മല. അമ്പെയ്ത്തിൽ വിദഗ്ധരായ സ്വഹാബത്തിനെ ഇവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിൽ ചിലർ താഴേക്കിറങ്ങി. അങ്ങനെ ഉഹദ് യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും വേദനാനിർഭരമായ ഒരു പരാജയമായി മാറുകയുണ്ടായി. ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൾജീരിയ, സുഡാനോ ഭാഗത്തു നിന്നുള്ള ഒരു യാത്രാ സംഘമാണ് നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കായ ആളുകൾ ഹംസ റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ വരികയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ. ഈ മല നാളെ സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന പള്ളി സമീപകാലത്ത് നിർമ്മിച്ച പള്ളിയാണ്. ഇവിടെ വെച്ചാണ് ഹംസ റളിയല്ലാഹുവിനെ വഹ്ഷി എന്ന് പറയുന്ന ഹിന്ദ് റളിയല്ലാഹുവിൻ്റെ അടിമ, അന്ന് ഹിന്ദു മുസ്ലിമല്ല, നെഞ്ചു കുത്തിക്കീറി, കണ്ണ് കുത്തിപ്പൊട്ടിച്ച്, ചെവി മുറിച്ച്, മൂക്ക് മുറിച്ച്, പല്ല് കുത്തിപ്പൊട്ടിച്ച്, നാവ് വലിച്ച് മുറിച്ചെടുത്ത്, നെഞ്ചകം പിളർന്ന് കരൾ മുറിച്ചെടുത്ത് തുപ്പിയത് ഇവിടെ വെച്ചാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുൻപല്ല് പൊട്ടിയത് ഇവിടെ വെച്ചിട്ടാണ്. ഈ യുദ്ധത്തിൽ മുൻപല്ല് പൊട്ടിയതറിഞ്ഞിട്ടാണ് യമനിലെ കർണിൽ ഉവൈസിൽ കർണി റളിയല്ലാഹു അൻഹു സ്വന്തം പല്ലുകൾ കുത്തിപ്പൊട്ടിച്ചത്. ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിന് പരിചയമായി നിന്ന് പ്രതിരോധിച്ചത് ഇവിടെയാണ്. നേതൃത്വത്തെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു നൽകിയ ഒരു വലിയ പരാജയം ഉഹദ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടയാളമാണ് ഈ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന മല. നിങ്ങൾക്കെല്ലാം ഇവിടെ വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.